കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ TCP/IP പ്രോഗ്രാം കോൺസെപ്റ്റില് ജനറൽ ഐഡിയാസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ നമുക്കറിയാം ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെച്ചാൽ നമ്മൾ യൂസിങ് എ സിംഗിൾ സിസ്റ്റം വി കനോട്ട് കംപ്ലീറ്റ് അവർ ഫുൾ ടാസ്ക്. ഒരു സിംഗിൾ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫുൾ നീഡ് വി കനോട്ട് സാറ്റിസ്ഫൈ. അപ്പൊ ദർ ഇസ് എ നീഡ് ഓഫ് നെറ്റ്വർക്കിംഗ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ, അതായത് നമ്മുടെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ മാത്രം ഇൻഫോർമേഷൻ അല്ലെങ്കിൽ റിസോഴ്സസ് മാത്രം യൂസ് ചെയ്താൽ അത് നടക്കില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ട്രൈങ് ടു കണക്ട് യൂസ് ആൻഡ് നെറ്റ്വർക്ക് സിസ്റ്റം. നെറ്റ്വർക്ക് സിസ്റ്റത്തിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ത്രൂ ദ ഹെൽപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നു, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നു. ആ ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ത്രൂ നെറ്റ്വർക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ നോക്കാണ്ട്. ഒന്ന്, ആരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്താണ് ആവശ്യപ്പെടുന്നത്, എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്, ഈ പല കാര്യങ്ങൾ, ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് നേച്ചർ ഓഫ് കണക്ഷൻ, ഇതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് നോക്കണം. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആപ്ലിക്കേഷൻ ലെയർ വഴി നമ്മൾ ഇന്ററാക്ട് ചെയ്ത സമയത്ത് നമുക്ക് അവിടെ ഓതന്റിക്കേഷനും ഓതറൈസേഷനും എന്ന് പറയുന്ന ഒരു പരിപാടിയും കൂടെ അവിടെ നമ്മൾ കൃത്യമായിട്ട് ഈ പ്രോഗ്രാംസിനെല്ലാം നമ്മൾ വയ്ക്കുന്നുണ്ട്. ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐഡന്റിറ്റി ചെക്കിംഗ് ആണ്, യൂസർ ഐഡന്റിറ്റി ചെക്കിംഗ് ആണ് ഓതന്റിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഓഫീസിലേക്ക് നമ്മളുടെ ഫ്രണ്ട് വിസിറ്റ് ചെയ്യാൻ വരുവാണെന്ന് പറഞ്ഞു, ഓക്കെ വന്നോളാൻ പറഞ്ഞു. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗിവിംഗ് പെർമിഷൻ, എത്ര ലെവലിലുള്ള പെർമിഷൻസ് അലോ ചെയ്യാന്നുള്ളത്. ഒരു ഫ്രണ്ട് നമ്മളെ ഓഫീസിൽ വരാൻ പറഞ്ഞു, ഓക്കെ വന്നോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന പെർമിഷൻസ് ലിമിറ്റഡ് ആണ്. അവിടെ വന്ന് എന്റെ ഫയൽസ് എല്ലാം നോക്കുക, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഓതറൈസേഷനും ഓതന്റിക്കേഷനും ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ ഐഡന്റിറ്റി ചെക്കിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് അലോ ചെയ്യാമോ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലേക്ക് ആക്സസ് കൊടുക്കാവുന്നതാണോ എന്ന് നമ്മൾ നോക്കും. അത് പൊതുവേ നമ്മൾ നോക്കുന്ന പാസ്വേഡ് കൊടുത്തോണ്ടും, പിന്നെ നമ്മളിപ്പോ നമ്മുടെ അറിയാം, നമുക്ക് നമ്മുടെ ക്രോം ഒക്കെ മെയില് വേറെ സിസ്റ്റം, നമ്മുടേതല്ലാത്ത വേറെ നമ്മൾ എന്ന് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിലാണല്ലോ വേറെ സിസ്റ്റത്തിൽ നിന്നൊക്കെ ചോദിച്ചാൽ OTP കൺഫർമേഷൻ ഒക്കെ ചോദിക്കുന്നില്ല. അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓതന്റിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ആരാണ് റിലയബിൾ യൂസർ ആണ് അത് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യുക, ഓതറൈസേഷൻ എന്ന് പറയുന്ന റോൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓരോരുത്തർക്കും എത്ര റേഞ്ച് വരെയുള്ള ഓതറൈസേഷൻ അല്ലെങ്കിൽ റൈറ്റ് ഉണ്ട് ആക്സസ് ചെയ്യാനായിട്ടുള്ളത്. അതാണ്. അപ്പൊ ഈ രണ്ട് ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതിയാൽ മതി കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞ സമയം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് ഒരു സിസ്റ്റത്തിന് സിംഗിൾ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വി ആർ പ്രൊമോട്ടിംഗ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോക്കറ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ദ വേ ടു കമ്മ്യൂണിക്കേറ്റ്, ദ വേ ടു കണക്ട് ഡിവൈസസ് ഓർ നോഡ്സ്. നമ്മൾ ഏത് ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിവൈസസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഒരു അറ്റോമിസിറ്റി അല്ലെങ്കിൽ ഐഡന്റിറ്റി വേണം. ഒരാൾ ഒരു സിസ്റ്റം ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്നിൽ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യപ്പെടുമ്പോൾ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ സർവീസസ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ റിസോഴ്സ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഓരോന്നിനെയും നമ്മൾ തിരിച്ചറിയാനാണ്. അപ്പൊ സിസ്റ്റത്തിനെ നമ്മൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജനറൽ ഐഡിയാണ് IP എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന IP അഡ്രസ്സുകളാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുക. അപ്പൊ ഈ IP അഡ്രസ്സിനോടൊപ്പം തന്നെ നമ്മൾ IP അഡ്രസ്സ് ഇവിടെ നമുക്ക് ഈ ഒരു ലെവലിൽ നമ്മൾ പറയുന്നതാണ്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സമയം സോക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് യൂസ് ചെയ്തത്. ഓക്കെ. അപ്പം ഈ നോർമലി ഏറ്റവും നെറ്റ്വർക്കിങ്ങിനകത്ത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫണ്ടമെന്റൽ കമ്മ്യൂണിക്കേഷൻ ടു ക്ലയന്റ് സെർവർ എന്നുള്ള ഐഡിയയിലാണ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മീൻസ് സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമിനെ ക്ലയന്റ് പ്രോഗ്രാം ആയിട്ടും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസിനെ സെർവർ പ്രോഗ്രാംസ് ആയിട്ടായിരിക്കും. അപ്പൊ ക്ലയന്റ് സെർവർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ തന്നെ ക്ലയന്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളതും സെർവർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹ്യൂജ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാവുന്ന ഹൈ പെർഫോമൻസ് ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതെല്ലാം തിയറിറ്റിക്കൽ പോർഷൻസ്, ജനറൽ ഐഡിയാസ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ആദ്യത്തെ കേസിൽ നമ്മൾ നോക്കിയത് ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. ക്ലയന്റ് പ്രോഗ്രാം സെർവർ പ്രോഗ്രാമിലേക്ക് കമ്മ്യൂണിക്കേഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നു. അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയായിരുന്നു. ദെൻ ക്ലയന്റ് സെർവർ പ്രോഗ്രാംസിന് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, പിന്നെ സെർവർ പ്രോഗ്രാം ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി.
ഇനി സെർവർ നേച്ചറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ഐട്രേറ്റീവ് ആൻഡ് കൺകറന്റ് പ്രോഗ്രാംസ് എന്നുള്ള രീതിയിൽ അല്ലെ. ഐട്രേറ്റീവ് പ്രോഗ്രാം, കൺകറന്റ് പ്രോഗ്രാം എന്നുള്ള വ്യത്യാസം മനസ്സിൽ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒന്നും കൂടെ പറയാണ്, ഐട്രേറ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒരു ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മളിപ്പോ ഒരു കടയിലേക്ക് തുണി വാങ്ങിക്കാനായിട്ട് ചെല്ലുകയാണ്. നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഷോപ്പിൽ ഒരു ഫ്രണ്ടിൽ കുറെ നമ്മളെ സ്വീകരിക്കാനായിട്ട് കുറച്ച് പേര് നിൽപ്പുണ്ടാവുമല്ലോ. ദറ്റ് മീൻസ് നമ്മളെ അവിടെ നമുക്ക് ആ ഷോപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ല, നമുക്ക് ആവശ്യങ്ങളുണ്ട്, നമ്മുടെ ആവശ്യം ഡ്രസ്സ് എടുക്കുക, അപ്പൊ കുട്ടികളുടെ ഡ്രസ്സ് എടുക്കാനാണ് നമ്മൾ പോകുന്നതെങ്കിൽ അപ്പൊ നമുക്ക് എവിടെയാണ് അതിന്റെ സെക്ഷൻ, എവിടെയാണ് ഫ്ലോർ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അവിടെ ഒരാൾ റിസീവ് ചെയ്യുന്നുണ്ട്. ദറ്റ് മീൻസ് ആ റിസീവ് ചെയ്ത ആള് നമ്മുടെ കൂടെ വന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തതിന് നമ്മൾ പോയി അവിടുന്ന് ആ ഒരു ഷോപ്പിൽ കയറി കാര്യങ്ങളെല്ലാം ചെയ്ത് ഇറങ്ങി തിരിച്ച് ഫൈൻഡ് അപ്പ് ചെയ്ത് എല്ലാം പർച്ചേസിങ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നിടം വരെ അയാൾ നമ്മളെ അസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദറ്റ്സ് എ കൈൻഡ് ഓഫ് ഐട്രേറ്റീവ്. എന്നുവെച്ചാൽ ഒരു ക്ലയന്റ് ഒരു സെർവറിലേക്ക് ഒരു ക്ലയന്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലയന്റ് റിക്വസ്റ്റുകളെല്ലാം ടൈം ലിമിറ്റിനകത്ത് ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത് സാറ്റിസ്ഫൈ ചെയ്ത് ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സിംഗിൾ ക്ലയന്റിലേക്ക് സെർവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന നേച്ചറിനെയാണ് നമ്മൾ ഐട്രേറ്റീവ് എന്ന് പറയാം. ഇപ്പം അതെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്ന് പറയണം, ആ വന്ന ആൾ പെട്ടെന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോകും. പക്ഷെ രാവിലെ കയറി വൈകുന്നേരം വരെ നിൽക്കുന്ന രീതിയിലുള്ള ഒരാളുടെ കൂടെ ഒരു ആൾക്ക് ഇങ്ങനെ ഷോപ്പിലാണെങ്കിൽ സർവീസ് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ടൈപ്പ് ഐട്രേറ്റീവ് നേച്ചറിൽ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ടാസ്കിന്റെ ടൈം ഡ്യൂറേഷൻ ഫിക്സ്ഡ് ആയിരിക്കണം, ടൈം നേച്ചർ ഫിക്സ്ഡ് ആയിരിക്കണം, എന്തായിരിക്കും എന്നുള്ള കാര്യം. അതേസമയം കൺകറന്റ് പ്രോഗ്രാംസിന് വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയാണ്. നമ്മൾ ഷോപ്പിലേക്ക് ചെല്ലുകയെന്ന് വെച്ചു, ഷോപ്പിൽ നിന്ന് നമ്മുടെ നീഡ് ആവശ്യം നമുക്ക് സർവീസ് കിട്ടണം, ഷോപ്പ് സർവീസ് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുന്ന ഒരാളുണ്ട്. അത് അതിനെ നമ്മൾ ഇവിടെ പാരന്റ് സെർവർ എന്നുള്ള രീതിയിൽ പാരന്റ് സോക്കറ്റ് എന്നുള്ള പാരന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാൾ നമ്മളോട് ചോദിക്കുക എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ അത് ഇന്ന സെക്ഷനിലേക്ക് പോകുന്നത് വേറെ എന്തെങ്കിലും ഒരു ചൈൽഡിനെ ഒരു അസിസ്റ്റന്റിനെ നമുക്ക് ഏർപ്പെടാക്കി തരും. ദെൻ ആ അസിസ്റ്റന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ബില്ലിംഗ് സെഷൻ വരെയുള്ള നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കൺകറന്റ് പ്രോഗ്രാംസിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ക്ലയന്റുകൾ വരുമ്പോൾ ഇങ്ങനെ റീഡയറക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഓരോരുത്തരെയും. എപ്പോഴും ഇതെന്താണ്, ഒരു ലിസണറാണ്. എപ്പോഴും ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, അവരെ ഇങ്ങനെ ക്ലയന്റ് സർവീസ് പ്രൊവൈഡേഴ്സ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റി കൊടുക്കും. അപ്പൊ ഐട്രേറ്റീവ് ആൻഡ് കൺകറന്റ് പ്രോഗ്രാംസിന്റെ വ്യത്യാസം, ഐട്രേറ്റീവ് ആണെങ്കിൽ ഒരു സിംഗിൾ ക്ലയന്റിലേക്ക് സെർവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. കൺകറന്റ് പ്രോഗ്രാംസിനകത്താണെങ്കിൽ എന്താണ്, സെർവർ മൾട്ടിപ്പിൾ ക്ലയന്റിലേക്കിന്റെ സർവീസസിന് ഒരേ സമയം പ്രൊവൈഡ് ചെയ്യത്തക്ക രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ഒരു എക്സാമ്പിൾ മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ പറ്റും. ക്ലിയർ ആയി എന്ന് വിശ്വസിച്ചുകൊണ്ട് കേട്ടോ അടുത്തേക്ക് പോകണം. ദെൻ സ്റ്റാൻഡേർഡ് ആൻഡ് നോൺ സ്റ്റാൻഡേർഡ് പ്രോഗ്രാംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ പറയാം ജനറൽ ആയിട്ട് ഏത് തരത്തിലുള്ള ഡേറ്റാബേസുകൾ ആക്സസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് നോൺ സ്റ്റാൻഡേർഡ് പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നത്. ഒരു ഡെഡിക്കേറ്റഡ് ഡേറ്റാബേസിൽ യൂസ് ചെയ്യുന്ന പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടും, ജനറൽ കൈൻഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മളിപ്പം എല്ലാവർക്കും യൂസ് ചെയ്യുന്ന ജനറൽ നേച്ചറുള്ള ഡേറ്റാബേസ് ആക്സസ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിലായിരിക്കും പറയാം. പിന്നെ കണക്ഷൻ ആൻഡ് കണക്ഷൻലെസ് പ്രോഗ്രാംസ് നമ്മൾ പറഞ്ഞു, റിലയബിലിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷിനെയാണ് നമ്മൾ കണക്ഷൻ ആൻഡ് കണക്ഷൻലെസ് പ്രോഗ്രാംസ് TCP UDP പാറ്റേൺ ആണ് പറയുന്നത്. ഇവിടെ വിർച്വൽ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് ഓർക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു ഇന്ററാക്ഷൻ ആണ് നമ്മൾ കണക്ഷൻ ഓറിയന്റഡ് ആണോ കണക്ഷൻ ലെസ് ആണോ തീരുമാനിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഏത് തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് സെൻഡ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഈ കണക്ഷൻ, അതിന്റെ റിലയബിലിറ്റി നഷ്ടപ്പെട്ട് ഡേറ്റാ പീസിനൊന്നും നഷ്ടം വരാൻ പാടില്ല, സെക്യൂർ ആയിരിക്കണം, വളരെ ഉറപ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു നേച്ചർ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യാം. പിന്നെ അടുത്ത പറഞ്ഞിരുന്നു സ്റ്റേറ്റ്ഫുൾ ആൻഡ് സ്റ്റേറ്റ്ലെസ് പ്രോഗ്രാംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നു. സ്റ്റേറ്റ്ഫുൾ പ്രോഗ്രാംസ് ആൻഡ് സ്റ്റേറ്റ്ലെസ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ് ഇൻഫോർമേഷൻ സപ്പോസ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണ്, ഇപ്പം നമ്മളൊരു ഇ-കൊമേഴ്സ് സൈറ്റുകളൊക്കെ യൂസ് ചെയ്യണം, കൊമേഴ്ഷ്യൽ സൈറ്റുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നിടം വരെയുള്ള നമ്മുടെ കാര്യങ്ങൾ സ്റ്റേറ്റ് നമ്മൾ എവിടെയൊക്കെ പോയി ഏതൊക്കെ സെർച്ച് ചെയ്ത്, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് കയറുന്ന സമയത്ത് നമ്മൾ റീസെന്റ് വിസിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പൊ ലോഗ് ഫയൽസുകൾ ഇങ്ങനെ സ്റ്റാറ്റസ് ഫയൽസുകളെല്ലാം അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റാറ്റസ് പ്രിസർവ് ചെയ്യുന്നുണ്ട്. ആ ടൈപ്പിൽ സ്റ്റേറ്റ് പ്രിസർവ് ചെയ്ത് പോകുന്ന പ്രോഗ്രാംസിനാണ് സ്റ്റേറ്റ്ഫുൾ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്, ഹിസ്റ്ററി സേവ് ചെയ്ത് പോകുന്ന രീതിയിൽ. അത് സിമ്പിൾ ഒരു വെബ്സൈറ്റ് ആക്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് സ്റ്റേറ്റ്ലെസ് ആണ്, അതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു ഒരു സെർവർ എന്ന് പറയുമ്പോൾ സെർവറിന് പൊതുവെ 4 നേച്ചറാണ് കൊടുക്കുന്നത്. ഈ ഐട്രേറ്റീവ്, കൺകറന്റ് എന്ന സെർവറിന്റെ നേച്ചർ ഐട്രേറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ കൺകറന്റ് നേച്ചർ ആയിരിക്കും. ഒരു സിംഗിൾ ക്ലയന്റിലേക്ക് സർവീസ് ലിമിറ്റഡ് ടൈമിൽ കൊടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വരുന്നവർക്കെല്ലാം തന്നെ സർവീസ് കൊടുക്കുക എന്നുള്ളത്. അത് 2 നേച്ചറിലും കൊടുക്കാം, കണക്ഷൻലെസ് ആയിട്ടും കണക്ഷൻ ഓറിയന്റഡ്. അപ്പം 4 കാറ്റഗറീസ് ഉള്ള സെർവേഴ്സ്, 4 കാറ്റഗറീസ് ഓഫ് സെർവേഴ്സ് അവൈലബിൾ. അപ്പൊ അതിന്റെ നേച്ചർ അനുസരിച്ചുള്ളതാണ് നമ്മൾ പ്രോഗ്രാംസും ഡിവൈഡ് എടുക്കുന്നത് കേട്ടോ. ഇതിലെ
ഇതും പറഞ്ഞു പോയതായിരുന്നു. അപ്പൊ നമുക്കറിയാം അതിനകത്ത് ഈ നമ്മൾ കോമ്പിനേഷൻസ് എടുക്കുക ചെയ്യുന്നത്. കൺകറന്റ് ആയിട്ടുള്ളത് കണക്ഷൻ ലെസ്സിനകത്തും കൊടുക്കാം, കൺകറന്റ് കണക്ഷൻ ഓറിയന്റഡിനകത്തും നമ്മൾ കൊടുക്കുന്നു, ഐട്രേറ്റീവ് കണക്ഷൻ ലെസ്സിനകത്ത് കൊടുക്കുന്നു, ഐട്രേറ്റീവ് കണക്ഷൻ ഓറിയന്റഡിനകത്തും കൊടുക്കുന്നു. അതിനകത്ത് കൺകറന്റ് കണക്ഷൻ ലെസ് എന്ന് പറയുന്നത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് അതിനകത്ത് വരുന്നത്. പിന്നെ കൺകറന്റ് കണക്ഷൻ ഓറിയന്റഡ് ആണ് ജനറൽ ആയിട്ട് യൂസ് വരുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐട്രേറ്റീവ് കണക്ഷൻ ലെസ്. ഈ ടേമുകൾ ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞ് ഈ ഇത് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഐട്രേറ്റീവ് എന്താണ്, കൺകറന്റ് എന്താണെന്നും അതിന്റെ കോമ്പിനേഷൻസും കൂടെ നോക്കിക്കഴിഞ്ഞ്. നെക്സ്റ്റ് വളരെ കുറച്ച് യൂസ് ചെയ്യുന്ന ഒരു കേസാണ് ഐട്രേറ്റീവ് കണക്ഷൻ ഓറിയന്റഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഐട്രേറ്റീവ് എന്താണ്, കൺകറന്റ് എന്താണെന്ന് ഓർത്ത് വെച്ചാൽ അതിനകത്ത് സെക്യൂർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, റിലയബിൾ കമ്മ്യൂണിക്കേഷൻ, ത്രീ വേ ഹാൻഡ് ഷേക്കിങ്ങോട് കൂടിയത്, ഹാൻഡ് ഷേക്കിംഗ് ഇല്ലാത്തത്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് സോക്കറ്റ് കോൺസെപ്റ്റ് ആയിരുന്നു പറഞ്ഞത്. സോക്കറ്റ് എന്ന് പറഞ്ഞത് ഒരു സോക്കറ്റ് ഈസ് ബേസിക്കലി കോമ്പിനേഷൻ ഓഫ് IP അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ. ഇത് എന്തിനു വേണ്ടിയാണ്? ദിസ് എ വേ ടു എസ്റ്റാബ്ലിഷ് കണക്ഷൻ. ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു രീതിയാണ് നമ്മൾ സോക്കറ്റ് കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് മീൻസ് സർവർ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് കണക്ഷൻ. കണക്ഷൻ എന്ന് പറഞ്ഞാൽ ലിങ്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ലിങ്കിനെയാണ് നമ്മൾ കണക്ഷൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം നമ്മൾ യൂസ് ചെയ്തൊരു ടേം ആണ് അസോസിയേഷൻസ് എന്നുള്ളത്. അസോസിയേഷൻ ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ റിലേറ്റഡ് ദറ്റ് കണക്ഷൻ. ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻസിനെയാണ് പൊതുവെ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചർ പാറ്റേൺ, ഒരു ഓർഗനൈസേഷൻ, അതിനകത്ത് ഒരുപാട് ട്രിപ്പിൾസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രിപ്പിൾസിന് റെക്കോർഡ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ വാല്യൂസ്. നമ്മൾ സ്ട്രക്ചർ ഡിഫറെന്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡിഫറെന്റ് ഡേറ്റ ടൈപ്പിലുള്ള സാധനങ്ങളെ കമ്പൈൻ ചെയ്ത് ഒരു ഒറ്റ പേരിൽ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നതാണ് സ്ട്രക്ചർ കോൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെയും അതേപോലെ തന്നെ ഒരു അസോസിയേഷൻ ഉണ്ടായിരിക്കും. അസോസിയേഷൻ ഡീറ്റെയിൽസ്, എന്തൊക്കെ വാല്യൂസ് ആണ് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ വേണ്ട കുറെ സെറ്റ് ഓഫ് വാല്യൂസ് ആണ് നമ്മൾ പോകുന്നത്. അതിനകത്ത് ഒരു നേച്ചർ എന്ന് പറയുന്നത് യൂണിക്സ് ബേസ് ചെയ്തുള്ള ഒരു കേസ് എന്ന് പറയുന്നത് 5 ട്രിപ്പിൾസ് ആണ്. ഈ ഒരു 5 തരം വാല്യൂസ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. സോക്കറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. പ്രോസസ്സുകൾ. അപ്പൊ 2 കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ഒന്ന് സോക്കറ്റിന്റെ IP അഡ്രസ്. IP അഡ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിവൈസസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള വാല്യൂ ആണ് നമ്മൾ IP അഡ്രസ് ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, പോർട്ട് നമ്പർ. പോർട്ട് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷനിലെ പ്രോസസ്സുകളെ തിരിച്ചറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാല്യൂ ആണ് നമ്മുടെ പോർട്ട് നമ്പർ. അപ്പൊ ഏത് മെഷീൻ ഏത് പ്രോസസ്സ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാം. അപ്പൊ ഈ 2 കോമ്പിനേഷനും കൂടെ കൂട്ടിയാണ് നമ്മൾ സോക്കറ്റ് എന്ന് പറയുന്നത്. ഏത് മെഷീനിൽ ഏത് പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഏത് പ്രോസസ്സാണ് സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഏത് പ്രോസസ്സിനാണ് സർവീസ് ആവശ്യമായിട്ട് വാല്യൂ എക്സ്ചേഞ്ച് നടത്താനോ സെൻഡ് റിസീവ് പറ്റും പാറ്റേണിൽ വർക്കിംഗ് നടത്തേണ്ടത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സോക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഈ സോക്കറ്റിന്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോക്കൽ പ്രോസസ്സ് എന്നുള്ളത് നമ്മൾ ഒരു മെഷീനിൽ തന്നെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ റിമോട്ടിനകത്തും ചെയ്യാൻ പറ്റും. ഈ ഫുൾ വാല്യൂസ് പാസ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ അസോസിയേഷൻ എന്നുള്ള രീതിയിൽ പറയും. അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ വാല്യൂ പാസ് ചെയ്യുന്ന ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഹാഫ് ക്ലോസ് ഗ്രൂപ്പായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ് പെർഫോം ചെയ്യേണ്ട ഈ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കത് ഹാഫ് അസോസിയേഷൻ എന്നുള്ള രീതിയിൽ വരട്ടെ. അപ്പൊ അതിനകത്ത് ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ. പ്രോട്ടോകോള്, ലോക്കൽ അഡ്രസ്, ലോക്കൽ പ്രോസസ്. അതേപോലെ റിമോട്ടിന്റെ കേസ് ആണെങ്കിൽ പ്രോട്ടോകോള്, റിമോട്ട് അഡ്രസ്, റിമോട്ട് പ്രോസസ്. ഏത് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂൾ, ഏത് റൂളിലാണ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളുകൾ നമ്മൾ പലതും പറയും. ഓരോ ലെയറിന് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഓരോ നേച്ചറും ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോട്ടോകോൾ വ്യത്യാസം പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ഹാഫ് അസോസിയേഷൻ എന്നുള്ള രീതി നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാ വാല്യൂസും വേണ്ട. ഒരു 1 വേ കമ്മ്യൂണിക്കേഷനെ നമ്മൾ നടത്തുന്നു. 1 വേ കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുക ഇപ്പൊ സപ്പോസ് ഇത് നമ്മൾ കണക്ഷൻ എൻഡ് ചെയ്യുന്ന സമയത്തുള്ള ആ ഫിൻ ഫ്ലാഗ് സെറ്റ് ചെയ്തതിനു ശേഷമുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല ഒരിടത്തെ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അടുത്ത് മാത്രം ഇൻഫർമേഷൻ വരേണ്ട രീതിയിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഉള്ളാവുന്ന വാല്യൂസ് ആണ് നമ്മൾ ഹാഫ് അസോസിയേഷനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതില് പൊതുവെ നമ്മുടെ ഹാഫ് അസോസിയേഷൻ സ്ട്രക്ചറിനകത്ത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയതാണ് ലോഗ് ഫയൽസും സ്റ്റാറ്റസ് അപ്ഡേറ്റ്സും എല്ലാം ഈ ഒരു ഹാഫ് അസോസിയേഷൻ വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ദെൻ സോക്കറ്റിനെ കുറിച്ചാണ്. കാരണം സോക്കറ്റ് പ്രോഗ്രാമാണ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇതിന്റെ പിന്നീടുള്ള പോർഷൻസിനകത്ത് വരുന്നത്. അതുകൊണ്ടാണ് സോക്കറ്റ് എന്താണെന്ന് വീണ്ടും ചോദിക്കുക. അപ്പൊ സോക്കറ്റ് ക്ലിയർ ആക്കിയ ഇറ്റ്സ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ.
which is an endpoint of communication. Socket allow communication between two different processes on the same or different machines. Socket allows communication between two different processes on the same or different machine. ഇതിനകത്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഐ പി അഡ്രസ്സും പോർട്ടും കൂടെ. ഐ പി അഡ്രസ് എന്ന് പറഞ്ഞാൽ മെഷീനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയുന്നു, പോർട്ട് എന്ന് പറയുന്നത് പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഇത് രണ്ടും കൂടെ കൂടിയ ഒരു വാല്യൂ ആണ് ഇതിനകത്ത് പാസ് ചെയ്തു പോകും. ഇതൊരു ടെലിഫോൺ ബേസ് ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സോക്കറ്റിനെ കുറിച്ച് പറയാനായിട്ട് ക്ലയന്റ് സൈഡിലും സെർവർ സൈഡിലും നമ്മൾ ഈ ഒരു സോക്കറ്റ് യൂസേജ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് ആദ്യം ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നത് വെച്ചാൽ, നമുക്ക് പണ്ട് ആദ്യകാലങ്ങളിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ എന്റെ കയ്യിലും ഫോൺ ഉണ്ടായിരിക്കണം, ഞാൻ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അയാളുടെ കയ്യിലും ഫോൺ ഉണ്ടായിരിക്കണം. അപ്പൊ രണ്ടുപേരും ഫോൺ കണക്റ്റഡ് ആകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തു വരാൻ അതിന്റെ ഒരു കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് ജസ്റ്റ് സോക്കറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കണക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ ഇത് കൊണ്ടുവന്ന് വീട്ടിൽ പിടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് നമ്പർ കിട്ടുന്നില്ല. അപ്പൊ നെക്സ്റ്റ് ഫേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറസ്പോണ്ടിങ് ഒരു ഫോണിൽ നമ്പർ എടുക്കുന്നത്. ആ ഫോൺ നമ്പർ എടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ അഡ്രസ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ബൈൻഡിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾക്ക് അത് പോകുന്നു. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലിസൺ എന്ന് പറയുന്ന ഒരു ഫേസിലേക്ക് കയറുകയാണ്. ലിസൺ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു കോള് വരും എന്നുള്ള രീതിയിൽ നമ്മൾ ആ എന്തിനാണോ എന്ത് പർപ്പസിനാണോ ഈ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനെ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവസ്ഥയാണിത്. അപ്പൊ കോള് വരും, അപ്പൊ ആ ഡയൽ ടോൺ ഇല്ലേ, അപ്പൊ അത് കണക്ട് ആണ്, എപ്പോ വേണേലും കോള് വരുന്നു. നെക്സ്റ്റ് ഫേസ് നമ്മൾ വരുന്നത് കണക്ഷൻ വരും. വെച്ചാൽ ആ കോൾ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്നതാണ് കണക്ഷൻ വരുമ്പോൾ റിംഗ് ടോൺ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ലെവലിൽ നമ്മൾ ആക്സെപ്റ്റ് അതിനെ എടുക്കുമ്പോൾ നമുക്കത് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന രീതിയിൽ ആക്സെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ റേഞ്ചിലേക്ക് വരും. പിന്നെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടി എന്താണ്, കമ്മ്യൂണിക്കേഷൻ, റീഡ് റൈറ്റ് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ആൻഡ് റിസീവ് പാറ്റേണിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കും. അതേ സംഗതി തന്നെയാണ് നമ്മൾ എവിടെയും ചെയ്യുന്നത്, ഒരു സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. ടെലിഫോണിൽ എങ്ങനെ ചെയ്യുന്നു അതേ പാറ്റേൺ, സെയിം പാറ്റേൺ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തത്. അത് when two applications want to talk to each other, so one application tells the operating system to open a socket, and through socket it uses communication protocol. At receiver side on the socket will be ready with the open socket. Once communication is established, application can send and receive data. അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് സെൻഡ് കമ്മ്യൂണിക്കേഷനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നു. അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ പ്രോട്ടോകോൾ വാല്യൂസ് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് നമ്മൾ പോവാണ്. അപ്പം ആർക്കാണോ പോകേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ നോക്കിക്കൊണ്ട്, അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് കേസസ് പറയുന്നുണ്ട്, ഒരു ആക്റ്റീവും പാസീവും എന്ന് പറയുന്ന സോക്കറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആക്റ്റീവ് സോക്കറ്റ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നോർമലി ക്ലയന്റ് സൈഡിൽ നിന്നുള്ള സോക്കറ്റ് ക്രിയേഷൻ, ക്ലയന്റിന്റെ സോക്കറ്റിനാണ് നമ്മൾ ആരാണോ സർവീസിലേക്ക് അല്ലെങ്കിൽ ആർക്കാണോ സർവീസ് ആവശ്യമായിട്ട് വരുന്നത് അവരാണ് ആക്റ്റീവ് ആയിട്ട് വരുന്നത്. ദെൻ പാസീവ് എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. സർ എന്റെ കയ്യിൽ സർവീസ് കൊടുക്കാൻ ഞാൻ റെഡിയാണ്, ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയിരിക്കുന്ന ആ സെറ്റ് സെർവർ സൈഡിൽ നമ്മൾ എടുക്കുന്ന ഒരു കേസാണ്. ഒരു അഡ്വർടൈസ്മെന്റ് ഇല്ലേ, നമ്മുടെ മാങ്ങാച്ചാറിന്റെ ഒരു അഡ്വർടൈസ്മെന്റിനകത്ത് നിൽക്കുന്ന പോലെ. കാരണം ആ അമ്മുമ്മ ഒരു ഭരണി നിറയെ എന്ത് ചെയ്തിട്ടുണ്ട്, അച്ചാർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആരെങ്കിലും വാങ്ങിക്കാൻ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ അതിനുശേഷം എന്താ ചെയ്യുന്ന, ആരെങ്കിലും വന്നു കഴിയുമ്പോൾ ഓരോരുത്തർ വന്നു കഴിയുമ്പോൾ ആ കുട്ടി ചെറിയ സാമ്പിൾ പാക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞ അത് കൺകറന്റ് പാസേജ് ആണ്. വരുന്നവർക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ വാല്യൂ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഒരു ആക്റ്റീവ് സോക്കറ്റ് എന്നുള്ള രീതിയിൽ സർവീസ് ആവശ്യമുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നു. ആ സോക്കറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, ആരാണോ സർവീസ് പ്രൊവൈഡ്, ആരുടെ സർവീസ് ആണോ വേണ്ടത് ആ സർവീസിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നു. അതിൽ അവർ ആ സോക്കറ്റ് ഫുൾ ടൈം ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. സർവീസ് ആവശ്യപ്പെടുന്നുണ്ടോ, ആരെങ്കിലും ആവശ്യപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് പോവാണ്. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആക്സെപ്റ്റ് ചെയ്യാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ ആ റേഞ്ചിൽ നടക്കും. ഇപ്പൊ എന്താണോ നടത്തുന്നത് സെൻഡ് റിസീവ് പാറ്റേണിലുള്ള വാല്യൂസ് ട്രാൻസ്ഫറിങ് അവിടെ നടത്തും. അപ്പൊ അതിന്റെ ഒരു പിക്ചർ ആണ് ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ടെലിഫോണിന്റെ പേജ് ചെയ്ത് എടുത്ത് ഓർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മറക്കാതിരിക്കും. അപ്പോ ഇത് ഓൾറെഡി പറഞ്ഞ ഐ പി അഡ്രസ് ആൻഡ് പോർട്ട് അഡ്രസ് എന്ന് പറയുന്നത് 32 ബിറ്റ് ആണ് നമ്മുടെ ഐ പി അഡ്രസ്, 16 ബിറ്റ് നമ്മുടെ പോർട്ട് വാല്യൂസ്. പോർട്ട് നമ്പറിന്റെ കാറ്റഗറൈസേഷൻ പറഞ്ഞതായിരുന്നു. വെൽ നോൺ പോർട്സ് ഉണ്ട്, രജിസ്റ്റേർഡ് പോർട്സ്, ഡൈനാമിക് പോർട്സ് എന്നുള്ളത്, പ്രൈവറ്റ് പോർട്സ് എന്ന് പറയുന്നത്. നോർമലി സാധാരണ രീതിയിൽ നമ്മളൊരു ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെൽ നോൺ പോർട്സ് വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്.
കുറച്ച് വാല്യൂസ് എല്ലാം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാം. HTTP സിമ്പിൾ HTTP ആണെങ്കിൽ 80 ആണ്, HTTPS ആണെങ്കിൽ 443 രീതിയിൽ. നെക്സ്റ്റ് അതിനകത്ത് ബൈറ്റ് ഓർഡറിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ബൈറ്റ് ഓർഡറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസ്, നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ഡേറ്റ ഏത് രീതിയിൽ സ്റ്റോർ ചെയ്യും. ഇപ്പൊ ബിഗ് എൻഡിയൻ, ലിറ്റിൽ എൻഡിയൻ എന്ന് പറയുന്ന രണ്ട് ഫാഷനാണ് നമുക്കുള്ളത്. ബിഗ് എൻഡിയൻ എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ്, നമ്മൾ റീഡിങ് എപ്പോഴും നടത്തുന്ന എവിടെയാണ്, നമ്മളുടെ ഒരു പാറ്റേൺ അനുസരിച്ച് ലെഫ്റ്റ് ടു റൈറ്റ്. എല്ലാ ലാംഗ്വേജിലും അറബി മാത്രമാണ് റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് പോകുന്നത്, അല്ലാത്ത ലാംഗ്വേജിനകത്തൊക്കെ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് പാറ്റേണിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഈ ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിലാണ് എന്തുണ്ടായിരിക്കുന്നത്, ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. ബിറ്റ് ഓർഗനൈസേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഡിജിറ്റ്, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന എന്താണ്, ലെഫ്റ്റ് സൈഡിലുള്ള ഡിജിറ്റ് ആണ്. അതിനാണ് ഹയർ വാല്യൂ, പൊസിഷൻ വാല്യൂ ബേസ് ചെയ്തുകൊണ്ട് ഹയർ വാല്യൂ കിട്ടുന്നത്. അതിനെ നമ്മള് ഇപ്പൊ 100, 101 എന്ന് പറയുന്ന രണ്ട് രീതിയിൽ എടുക്കുവാണ്. ഈ 100, 101, 102 എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്, അഡ്രസ്സുകളാണ്. അഡ്രസ്സിലേക്ക് ഈ വാല്യൂസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിനകത്തെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റുകൾ ഫസ്റ്റ് 100 എന്ന് പറയുന്ന അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. ലിറ്റിൽ എൻഡിയൻ കേസ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്, എന്ന് വെച്ചാൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, 100 സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഏത് പാറ്റേണിലാണ് ഇത് സ്റ്റോർ ചെയ്യുക, ഹൈ ഓർഡർ ബൈറ്റ്സ് ആണോ ലോ ഓർഡർ ബൈറ്റ്സ് ആണോ, ലോ അഡ്രസ്സിൽ ഹൈ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്നതനുസരിച്ചാണ് ഇതിനെ നമ്മൾ ബൈറ്റ് ഓർഡറിംഗ് എന്ന് പറയുന്നത്. ചില സിസ്റ്റങ്ങളിൽ ബിഗ് എൻഡിയൻ പാറ്റേൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ചില സിസ്റ്റത്തിൽ നമ്മൾ എടുക്കുന്നത് ലിറ്റിൽ എൻഡിയൻ പാറ്റേൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ പക്ഷേ ഈ ഒരു വേരിയേഷൻസ് ഒന്നും എന്തിനകത്തില്ല, പ്രോട്ടോകോളിനെ സംബന്ധിച്ചുള്ള ബാധിക്കുകയല്ല, കാരണം അതിന്റെ കൺവേർഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം രണ്ട് പാറ്റേൺ, ബിഗ് എൻഡിയനും ലിറ്റിൽ എൻഡിയനും. That is, this refers to the representation of objects such as integers within a word. In big endian machine, the high byte of an integer is stored in low byte address. ആ ഒരൊറ്റ സെന്റൻസ് പഠിച്ച ഇതിന്റെ റിവേഴ്സ് ആണ് ലിറ്റിൽ എൻഡിയനിലൊക്കെ. ഈ ഒരു പിക്ചർ വെച്ച് പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിലാണ് കാണിക്കാനായിട്ട് സാധിക്കും. ഹൈ ഓർഡർ ബൈറ്റ്സ് ലോ അഡ്രസ്സിലാണ് ലോ ബൈറ്റ് അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യാം. രണ്ട് ടൈപ്പ് ഓർഗനൈസേഷനെ കുറിച്ചുള്ളതാണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് സ്കെച്ച് ഓഫ് നെറ്റ്വർക്കിംഗ് കണക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്, സർവീസ് എങ്ങനെയാ പോകുന്നത്. ഇത് ജനറൽ തിയറി പോർഷൻ ആണ്. ഒരു സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ അത് സെർവർ സൈഡിലേക്ക് സ്പെസിഫൈ ഏത് സെർവറിന്റെ ആണ് സർവീസ് ആവശ്യം വെച്ചാൽ ആ സെർവറിന്റെ അഡ്രസ്സും പോർട്ട് വാല്യൂസും നമ്മൾ രണ്ടും കൊടുക്കുന്നുണ്ട്. നമ്മുടേതൊപ്പം തന്നെ അവിടെയും കൊടുക്കും, രണ്ടും ഉണ്ട്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, സെൻഡ് ആൻഡ് റിസീവ് ഇൻഫർമേഷൻ. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത് രണ്ട് രീതിയിൽ എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, സെർവർ സൈഡിലും ക്ലയന്റ് സൈഡിലും സ്റ്റെപ്സ്. സെർവർ സൈഡിൽ ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു ലിസൺ എന്ന് പറയുന്ന ഒരു ടേം അവിടെ എപ്പോഴും ഉണ്ടായി. കാരണം എന്താണ്, ലിസൺ ഫോർ ഇൻകമിംഗ് കണക്ഷൻ. റിക്വസ്റ്റുകൾ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ആരുടെ സൈഡ്, സെർവർ സൈഡിൽ. ക്ലയന്റുകളുടെ എപ്പോഴും റിക്വസ്റ്റുകൾ വരും. ഒരു ക്ലയന്റ് അല്ല, ഒന്നിൽ കൂടുതൽ ക്ലയന്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള രീതിയിൽ അത് എപ്പോഴും ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി. ആ ഒരു ടേം, ലിസണിങ് എന്ന് പറയുന്ന ഒരു ടേം എന്തിനകത്തും കൂടെ ചേർത്തിട്ടുണ്ടാവും, സെർവർ സൈഡിൽ ഉണ്ടാവും. ബാക്കിയെല്ലാം നോർമൽ വേയിൽ തന്നെ. നെക്സ്റ്റ് ആക്റ്റീവ് ആൻഡ് പാസീവ് സോക്കറ്റ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ലിസൺ ചെയ്യുന്ന സെർവർ സൈഡിൽ വരുന്ന കണക്ഷന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കുന്ന ആ ഒരു പാസീവ് സോക്കറ്റ് എന്നുള്ള രീതിയിൽ എടുക്കുന്നു. ആക്റ്റീവ് സോക്കറ്റ് എന്ന് പറയുന്ന കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു സോക്കറ്റ്. ഇത് രണ്ടും IP അഡ്രസ്സും പോർട്ട് വാല്യൂം കൂടെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പാസീവ് അഡ്രസ്സിനകത്താണ് ഈ പാസീവ് സോക്കറ്റുകളുടെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കൺകറന്റ് ആണോ ഐട്രേറ്റീവ് ആണോ നേച്ചറിൽ വേണമെങ്കിൽ കാണിക്കാനായിട്ട് സാധിക്കുന്നത്. Generally, in practical situation, the act of accepting a connection creates a new socket. Normally, അതാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് സോക്കറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന client application always starts the communication. It creates a socket and actively attempt to connect to the server program. Client പറഞ്ഞ കാര്യം തന്നെ, ക്ലയന്റിന്റെ സൈഡിന്റെ സോക്കറ്റ്. ദിസ് ഇസ് നോൺ ആസ് ആക്റ്റീവ് ഓപ്പൺ ഓർ ആക്റ്റീവ് സോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം സെർവർ സൈഡിലുള്ളതിനെ നമ്മൾ പാസ് ചെയ്യുന്നത്. ദി സോക്കറ്റ് ഈസ് ഓൺ ദ അതർ ഹാൻഡ് ദി സെർവർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ്സ് എ സോക്കറ്റ്. ആ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ അതിന്റെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഐഡിയ കിടപ്പുണ്ട്. പാസീവ്ലി ലിസൺ ഫോർ ഇൻകമിംഗ് കണക്ഷൻ റിക്വസ്റ്റ്.
ത്രൂ സോക്കറ്റ് വഴിയാണ് അപ്പോൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അത് വിത്തിൻ ദ പ്രോഗ്രാംസിലാവാം അല്ലെങ്കിൽ ഔട്ട്സൈഡ് മെഷീനിലേക്കും ആവാം. എങ്ങനെയാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണേ അവിടെ എന്തിന്റെ ആവശ്യമുണ്ട്, ആരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു യുണീക്ക് ഐഡി വാല്യൂനോട് കൂടിയായിരിക്കും സംഭവിക്കുന്നത്. നെക്സ്റ്റ് സോക്കറ്റ് ഫണ്ടമെന്റൽ. സോക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഐഡിയയിലാണ് പോകുന്നതെങ്കിൽ സോക്കറ്റിനകത്ത് ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ, വാല്യൂസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ പാസ് ചെയ്യപ്പെടുന്ന വാല്യൂസ്, ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ, ഐഡന്റിഫിക്കേഷൻ വാല്യൂസ് എന്ന് നമ്മൾ പറയല്ലേ. അപ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ പേര്, അയാളുടെ വീട്ട് അഡ്രസ്, അയാളുടെ ലൊക്കേഷൻ, അങ്ങനെ പല പല കാര്യങ്ങളോട് കൂടിയാണ് നമ്മൾ അയാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നത്. എന്ന് പറയുന്ന പോലെ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ എന്താണ് കുറെ വാല്യൂസിന്റെ ആവശ്യകതയുണ്ട്. നോർമലി നമ്മളൊരു ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നില്ലേ, പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് application program interfaces have been developed to standardize network programming. An API is a set of declarations, definitions, and procedures followed by programmers to write client-server programs. Okay, ഇത് ക്ലയന്റ് സെർവർ പ്രോഗ്രാംസ് നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ. അതിലെ ഫസ്റ്റ് നമ്മൾ അതിനകത്ത് വരുന്ന ഡേറ്റ ടൈപ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. ഇതെല്ലാം തന്നെ അൺസൈൻഡ് ആണ്. അൺസൈൻഡ് വാല്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് സൈൻഡ് അൺസൈൻഡ് എന്നുള്ള നേച്ചർ അറിയാമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയണം. പക്ഷെ സൈൻഡ് നമ്പർ നമുക്കറിയാം, അതിനകത്ത് നെഗറ്റീവ് വാല്യൂസും റെപ്രസെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അൺസൈൻഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 0 തൊട്ട് പോസിറ്റീവ് വാല്യൂസ് മാത്രം. ഇപ്പൊ നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് ഓപ്പറേഷൻസ്, മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒന്നും നമ്മൾ പെർഫോം ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് വാല്യൂസിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ആ വാല്യൂസും കൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ചോദിക്കാം, അൺസൈൻഡ്. അത് അത്രയും ലൊക്കേഷൻസ്. അപ്പം സപ്പോസ് 8 വാല്യൂസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നുള്ളത് എങ്കിൽ ആ 8 വാല്യൂ പോസിറ്റീവ്, 2⁸ 8 ബിറ്റ്സിന്റെ സ്റ്റോറേജ് വരുന്നെങ്കിൽ 2⁸8 ബിറ്റും 0 ടു പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് പകുതി പോർഷൻ എങ്ങോട്ട് പോകും, നെഗറ്റീവ് റെപ്രസെന്റേഷന് വേണ്ടി പോകും. ഇവിടെ അൺസൈൻഡ് നമ്പേഴ്സ് ആണ് എല്ലാത്തിനകത്തും, പോസിറ്റീവ് വാല്യൂസ് മാത്രമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്റ്റാർട്ടിങ് ഫ്രം 0. അതുകൊണ്ട് അൺസൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ് ഇപ്പോഴത്തെ ഡേറ്റ ടൈപ്പിന്റെ നേച്ചർ. അതിലെല്ലാം നമ്മൾ ഹെഡേഴ്സ് ഫയൽസുകളെ സോക്കറ്റ് ലൈബ്രറീസിന്റെ ഹെൽപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊരു പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയല്ല യൂസ് ചെയ്യുന്നത്. കുറെ തന്നെ ബിൽട്ടിൻ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ബിൽട്ടിൻ ഫെസിലിറ്റീസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനാ ലൈബ്രറീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും അതേപോലെ കുറെ ലൈബ്രറീസ് അവൈലബിൾ ആണ്. അതിലെ രണ്ട് നേച്ചറാണ് നമുക്ക് പറയുന്നത്. ഒന്ന് സോക്കറ്റ് അഡ്രസ്, അതുപോലെ ഇന്റർനെറ്റ് സോക്കറ്റ് അഡ്രസ് സ്ട്രക്ചർ, രണ്ട് സ്ട്രക്ചേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിലെ ആദ്യത്തെ കേസ് എന്ന് പറയുന്ന ഒരു ജനറിക് സ്ട്രക്ചർ ആണ്. ജനറിക് സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് അടുത്ത ഇന്ന വേർഷന്റെ സ്പെസിഫിക് പാറ്റേണിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. ഇപ്പൊ നമ്മൾ ഫ്രീ സൈസ് എന്ന് പറഞ്ഞ് നമ്മൾ ഡ്രസ്സ് എടുക്കുകയല്ലേ, ഫ്രീ സൈസ് എന്ന് പറയുന്നത് ഇന്ന ആൾക്ക് വേണ്ടി ആൾക്കല്ല, ആർക്കും വേണമെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ മാറ്റാൻ പറ്റും. ആ ഒരു സൈസ് നമുക്ക് പലതിലേക്ക് മാപ്പ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് എന്ന് പറയുന്ന പോലെ ഒരു സ്ട്രക്ചർ സ്പെസിഫിക്കേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. ഈ സോക്കറ്റ് അഡ്രസ്സിനകത്ത് ജനറിക് സ്ട്രക്ചറിനകത്ത് വരുന്നു. നെക്സ്റ്റ് സോക്കറ്റ് അഡ്രസ്സിന് രണ്ട് കേസസ് ആണ് പറയുന്നത്. ഒന്ന് ഇന്റർനെറ്റ് സോക്കറ്റ് അഡ്രസ്സിന്റെ സ്ട്രക്ചറിനകത്ത് നമ്മൾ സോക്കറ്റ് അഡ്രസ്സിനകത്ത് ഇവിടെ എന്താ പറയുന്ന ഒരു പോർട്ട് നമ്പറിനൊക്കെ IPv4 ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന കേട്ടോ ഇന്റർനെറ്റ് സോക്കറ്റ് അഡ്രസ് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റേതിനകത്ത് വേർഷൻ സ്പെസിഫിക്കേഷനിൽ അപ്പൊ ജനറൽ ആണ്, അവിടെ പോർട്ട് നമ്പർ വാല്യൂസ് എല്ലാം അവിടെ മിസ്സിംഗ് ആയിരിക്കും. IP അഡ്രസ് ആൻഡ് പോർട്ട് നമ്പേഴ്സ് ആർ പ്ലേസ് TCP IP വാല്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മാപ്പ് ചെയ്തെടുക്കുന്ന കേസാണ്. ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഇത് IPv4 വേർഷന് വേണ്ടി തന്നെ എഴുതിയേക്കുന്ന സ്ട്രക്ചർ ആണ്. ഇതിനകത്ത് വരുന്ന വാല്യൂസ് ആണ് ഇത് പറയുന്നത്. അത് നമ്മുടെ സോക്കറ്റ് അഡ്രസ് ഫാമിലി എന്ന് പറഞ്ഞ് സോക്കറ്റ് അഡ്രസ് ഫാമിലിയെ കുറിച്ചെല്ലാം, അല്ലെങ്കിൽ സോക്കറ്റ് അഡ്രസ് ഫാമിലി, സോക്കറ്റ് അഡ്രസ് ഡേറ്റ, അതിനെ കുറിച്ചെല്ലാം നെക്സ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ഏത് പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളത്, ഡൊമൈൻ അല്ലെങ്കിൽ ഫാമിലി IP വേർഷൻ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്നു. ഇതൊരു ജനറൽ
വാല്യൂസ് ആണ്. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് 2 കാര്യങ്ങൾ പഠിക്കുക. ഒന്നെന്ന് പറയുന്നത് ഒരു ജനറിക് പാറ്റേണും ഉണ്ട്, ഒരു ഇന്റർനെറ്റ് പാറ്റേൺ സ്ട്രക്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോക്കറ്റ് അഡ്രസ്സിന് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ജനറിക് പാറ്റേൺ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ വാല്യൂസ്, പോർട്ട് നമ്പർ വാല്യൂസിലേക്ക് മാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്തൊരു 5 tuple എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ പറഞ്ഞില്ല, അസോസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു ഐഡിയ കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത് എന്താണ്, സോക്കറ്റിന് അഡ്രസ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ആണ്. അപ്പോൾ ഒരു സ്ട്രക്ചറിനകത്ത് വേറൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്പിലുള്ള വാല്യൂസിനെ ഒരു ഗ്രൂപ്പായിട്ട് സിംഗിൾ നെയിമിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇൻ ദി സ്ട്രക്ചർ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഫിഗർ നോർമലി നോട്ട് യൂസ്ഡ്. ഇതിലെ സോക്കറ്റ് അഡ്രസ് ഇൻ സ്ട്രക്ചർ കണ്ടെയ്ൻസ് ആൻ ഇൻ അഡ്രസ് ആസ് എ മെമ്പർ. അതിന്റെ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. It's a point. Socket address and socket address in the internet are structures. These both structures are compatible with each other. It is important to remember that these fields always need to be set and interpreted in network byte order. ഈ സോക്കറ്റ് അഡ്രസ്സിനകത്തും സോക്കറ്റ് ഇന്റർനെറ്റിന്റെ കേസിനകത്താണെങ്കിൽ 16 ബൈറ്റ് സൈസിൽ എഴുതുന്ന അതിനകത്ത് ഫസ്റ്റ് 2 ബൈറ്റ്സ് നമ്മൾ സ്ട്രക്ചർ ആൻഡ് ഫാമിലി ഫീൽഡ്, അതായത് വേർഷൻ ഏതാണ് എന്നുള്ള സ്പെസിഫിക്കേഷന് വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കും. പിന്നെ ഇതിനകത്തൊരു ഇതില് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സോക്കറ്റിന്റെ സ്ട്രക്ചർ ആണിത്. നമ്മൾ പറയുന്നത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് കറസ്പോണ്ടിങ് കമ്മ്യൂണിക്കേഷന് വേണ്ടി സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ആ ഒരു സ്ട്രക്ചർ ഓഫ് സോക്കറ്റ് അത് പറഞ്ഞു. അതിനകത്ത് ലോക്കൽ അഡ്രസ്സ് നമ്മുടെ സിസ്റ്റം വർക്കും റിമോട്ട് സിസ്റ്റം ഉണ്ടല്ലോ, അപ്പൊ ലോക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ക്ലയന്റ് സൈഡിൽ അല്ലെങ്കിൽ റിക്വസ്റ്റ് പോകുന്ന രീതിയിൽ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആക്റ്റീവിന്റെ സ്ട്രക്ചർ ആണ് വരുന്നത്. ദെൻ ഫാമിലി എന്ന് പറയുന്ന ഫാമിലി നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏത് വേർഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ദെൻ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ടൈപ്പ് ഓഫ് സോക്കറ്റ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് വരുന്നത്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടോകോൾ. ദെൻ ഇത് ഇവിടെ എന്തുപോലെയാണ് റിമോട്ട് അഡ്രസ്സിനകത്ത് ഈ പറയുന്ന വാല്യൂസ് ആണ് എന്താ ഇതിന്റെ ഹെഡർ വാല്യൂസ് ആയിട്ട് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ കുറെ വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂസിന്റെ നേച്ചറാണ് ഇതെല്ലാം. ഇതാണ് 5 tuple. ജനറൽ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇതിന്റെ 5 tuple റേഞ്ച് ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. സോക്കറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആർഗ്യുമെന്റ് പാസ് ചെയ്ത് കൊടുക്കണം. ആ ആർഗ്യുമെന്റിന്റെ ഫസ്റ്റ് ലെവലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ലോക്കല്, ഫാമിലി, ടൈപ്പ്, പ്രോട്ടോകോൾ, റിമോട്ട് അഡ്രസ് എന്ന് പറയുന്നത്. ഇത് ഓരോന്ന് വെച്ചാൽ അതിലെ ഫാമിലി എന്താണെന്ന് വെച്ചാൽ an application program specific a socket family defines the protocol group needed for communication. അതിൽ it can be Unix domain protocol, ഇന്റർനെറ്റ് ഡൊമൈൻ പ്രോട്ടോകോൾ. അതിന്റെ എക്സാമ്പിൾസ് ഏത് തരത്തിലുള്ള പ്രോട്ടോകോൾ, ഏത് തരം പ്രോട്ടോകോൾ ഫാമിലിയിലാണ് ഇത് വരുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് TCP ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ഒരു പോയിന്റ് മസ്റ്റ് ആയിട്ട് ഓർക്കുക. ഇൻ കേസ് ഓഫ് TCP IP ആണെന്നുണ്ടെങ്കിൽ ദിസ് ഫീൽഡ് ഈസ് അഡ്രസ് ഫീൽഡ് ഇന്റർനെറ്റ് IAF INET എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അതിൽ വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ടൈപ്പ് എന്നാൽ ദിസ് ഫീൽഡ് ഡിഫൈൻസ് ദ ടൈപ്പ് ഓഫ് സോക്കറ്റ് ലൈക്ക് സ്ട്രീം സോക്കറ്റ്, ഡേറ്റാഗ്രാം സോക്കറ്റ് ആൻഡ് റോ സോക്കറ്റ്. ഇത് മെയിൻ ആയിട്ടുള്ള കാറ്റഗറി. ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് പറഞ്ഞു കണക്ഷൻ ഓറിയന്റഡ് അല്ലെങ്കിൽ കണക്ഷൻ ലെസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ കണക്ഷൻ ഓറിയന്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്ട്രീം പാക്കറ്റ് UDP പാറ്റേൺ അല്ലെങ്കിൽ ഡേറ്റാഗ്രാം എന്നുള്ള ഒരു ടേം അല്ല യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ നേച്ചറിൽ ഏത് തരത്തിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് നടക്കുന്നത് എന്നുള്ളതായിരിക്കും ടൈപ്പിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കും. ഇനി ഇതിലെ ഓരോ സോക്കറ്റ് ടൈപ്പിനെ കുറിച്ചും നിങ്ങൾക്ക് അറിഞ്ഞു വെക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹെഡർ ഫയലാണ് sys/socket.h.
മെയിൻ ആയിട്ട് എല്ലാത്തിനും നമുക്ക് ടെക്സ്റ്റുകൾ കൂടുതലും ഈ സ്ട്രീം സോക്കറ്റും ഡാറ്റാഗ്രാം സോക്കറ്റിനെ കുറിച്ചുമാണ് ഫണ്ടമെന്റൽ ആയിട്ട് ആദ്യ റേഞ്ചിൽ പറയുന്നത്. പിന്നെ അതിൽ നിന്ന് വരുന്നതാണ് റോ സോക്കറ്റിന്റെ കേസ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. നോർമലി 5 ടൈപ്സ് ഓഫ് സോക്കറ്റ്സ്. ആദ്യത്തെ സോക്കറ്റിനെ സ്ട്രീം സോക്കറ്റ് എന്ന് പറഞ്ഞു. സ്ട്രീം സോക്കറ്റ് പ്രൊവൈഡ്സ് ഫോർ ദ ബൈ ഡയറക്ഷണൽ റിലയബിൾ സീക്വൻസ് ആൻഡ് അൺഡ്യൂപ്ലിക്കേറ്റഡ് ഫ്ലോ ഓഫ് ഡേറ്റ വിത്തൗട്ട് റെക്കോർഡ് ബൗണ്ടറീസ്. അവിടെ നമ്മൾ ഹെഡറിന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് ഓർക്കുന്നുണ്ട്. ഒന്ന് എന്തിനാണ് ഹെഡർ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ എവിടെയാണ് സ്റ്റാർട്ട് എവിടെയാണ് എൻഡ് എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ആ ലെങ്ത് വെരിഫിക്കേഷൻ കാൽക്കുലേഷൻസും ഉണ്ടായിരുന്നു. അപ്പൊ നോർമലി ഇത് TCP കേസിനകത്ത് വരുന്ന കമ്മ്യൂണിക്കേഷൻ ആണെന്ന് യൂസ് ചെയ്യാം. That is, in case of internet domain, it uses TCP, which is connection oriented protocol. Connection oriented protocol നമ്മൾ യൂസ് ചെയ്യുന്ന സോക്കറ്റ് ടൈപ്പ് സ്ട്രീം സോക്കറ്റ് ടൈപ്പ്. ഡേറ്റാഗ്രാം സോക്കറ്റ്സ് എന്ന് പറയാൻ നോർമലി അപ്പോൾ അതർ സൈഡിലേക്കല്ലോ UDP pattern. It supports bidirectional flow of data between sender and receiver, and data is not promised to be in sequence, reliable or unduplicated. This type of socket is generally used for short messages such as name server or time server. But stream socket, datagram socket. Next, row socket. നമുക്ക് നമ്മൾ TCP IP എന്നുള്ള ടേം അല്ലേ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് TCP എന്ന് പറയുന്നത് കണക്ഷൻ ഓറിയന്റഡും IP എന്ന് പറയുന്ന കണക്ഷൻ ലെസ്സും ആണ്. അപ്പം ലോവർ ലെവലിന് മുകളിൽ ഹയർ ലെവൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് എന്താണ് റോ സോക്കറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യട്ടോ. Row sockets are developed for advanced programmers who wants to build new protocols or who are interested to use a low-level feature that are not directly accessible through the normal interface. ഒന്നിനും ഉള്ളപ്പം TCP IP എന്ന് പറയുന്നത് ഇതിനകത്ത് രണ്ട് കമ്മ്യൂണിക്കേഷൻ, കണക്ഷൻ ലെസ്സും കണക്ഷൻ ഓറിയന്റഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രൊസീജിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മെയിൻ ആയിട്ടും പറയുന്നത്. Row sockets are normally datagram based ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. സോ അപ്പൊ നമുക്കറിയാം TCP IP രണ്ടും കൂടെ ബേസ് ചെയ്ത്, അപ്പൊ IP മുകളിലാണ് TCP ആ ഒരു കൺസ്ട്രക്ഷൻ ലെയർസ് ഡെവലപ്മെന്റ്. അതേപോലെ അപ്പൊ റോ സോക്കറ്റ്സ് എന്ന് പറയുന്ന ആ രീതിയിൽ ഡേറ്റാഗ്രാം സോക്കറ്റ്സ് പക്ഷെ റിലേബിൾ പാറ്റേണിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഐഡിയ ആണ് നമ്മൾ എന്തിനകത്ത് യൂസ് ചെയ്യുന്നത്, റോ സോക്കറ്റ്സിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ സീക്വൻസ് പാക്കറ്റ് സോക്കറ്റ്സ് similar to stream socket with the exception that record boundaries are preserved. Stream sockets ന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു അവിടെ ബൗണ്ടറി ലിമിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിനകത്ത് ബൗണ്ടറി ലിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യണം. That is, this interface is provided only as part of the normal size sockets abstraction ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നോർമൽ സൈസ് സോക്കറ്റ് അബ്സ്ട്രാക്ഷനകത്താണ് സീക്വൻസ് പാക്കറ്റ് സോക്കറ്റ് ഉണ്ട്. നോർമൽ സൈസ് അപ്ലിക്കേഷൻസിനകത്താണ് നമ്മൾ ഈ ടൈപ്പ് സീക്വൻസ് പാക്കറ്റ് സോക്കറ്റുകൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, റിലയബിളി ഡെലിവേർഡ് മെസ്സേജ് സോക്കറ്റ്. ഡേറ്റാഗ്രാം സോക്കറ്റിന്റെ നേച്ചർ ഉള്ളത് തന്നെ, പക്ഷെ അതിനകത്ത് എന്ത് യൂസ് ചെയ്യുന്നതാണ് റിലയബിലിറ്റി അഷ്യൂർ ചെയ്തുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ Xerox packet exchange protocol. There is currently no support for this type of socket, but a reliably delivered message protocol similar to Xerox packet exchange protocol available ഉണ്ട്. ജസ്റ്റ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഡേറ്റാഗ്രാമിനകത്ത് ഡേറ്റാഗ്രാം നേച്ചർ തന്നെ, പക്ഷെ റിലയബിൾ ഡെലിവറി എന്നുള്ള പാറ്റേണിൽ യൂസ് ചെയ്യുന്ന ഒരു സോക്കറ്റ് കൺസ്ട്രക്ഷൻ. നെക്സ്റ്റ് അതിനകത്ത് നമ്മൾ 5 ട്യൂപ്പിൾസിനകത്തെ ഒന്ന് പറഞ്ഞ് ഫാമിലിയാണ്, രണ്ടാമത്തെ നമ്മുടെ ടൈപ്പാണ്, മൂന്നാമത്തെ നമ്മുടെ പ്രോട്ടോകോൾ. That is, the protocol specifies a particular protocol to be used with the socket. ഒന്നിൽ കൂടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നേച്ചർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് ലോക്കൽ അഡ്രസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് റിമോട്ട് അഡ്രസ്, ലോക്കൽ സോക്കറ്റ് അഡ്രസ്, റിമോട്ട് സോക്കറ്റ് അഡ്രസ്. ദറ്റ് ഈസ് എ പോയിന്റർ ടു എ ബഫർ ഓഫ് ടൈപ്പ് സ്ട്രക്ട് സോക്കറ്റ് അഡ്രസ് that contains the local address to which the socket is to be bound. കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോകുന്ന ആരാണോ ആർക്കാണോ കമ്മ്യൂണിക്കേഷൻ ആരിലോട്ടാണോ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോകുന്നത് അത് റിമോട്ട് സോക്കറ്റ് അഡ്രസ് ആയിട്ട് ഈ രണ്ട് വാല്യൂസ് നമ്മൾ ആർക്ക് അത് ഏത് നേച്ചറിൽ ഏത് തരത്തില്
ഏത് വേർഷൻ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ വേർഷൻ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കേണ്ടത്, അത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട രീതിയാണ് ആദ്യമേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5 tuple സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത്. ഇതിനകത്തും കാര്യങ്ങൾ വരുന്ന ഒന്ന് ഫാമിലി, ടൈപ്പ്, പ്രോട്ടോകോൾ, ലോക്കൽ അഡ്രസ്, റിമോട്ട് അഡ്രസ്. ഇതിനകത്ത് നെറ്റ്വർക്കിംഗ് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നെറ്റ്വർക്കിംഗ് എക്സാമ്പിളിനകത്ത് പറഞ്ഞിരിക്കുന്ന കണക്ഷൻ ഓറിയന്റഡ് ആൻഡ് കൺകറന്റ് ക്ലയന്റിനെ ബേസ് ചെയ്തുകൊണ്ട്, അതെ കണക്ഷൻലെസ് ക്ലയന്റ്. അപ്പൊ അത് നമ്മൾ ഒരു ഈ 4 തരത്തിലുള്ള സെർവേഴ്സ് ആണ് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞില്ല, അതിന്റെ സ്റ്റെപ്സ് ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും ഇതിനകത്ത് വർക്ക് ചെയ്യാനുള്ളത്. ജനറൽ ആയിട്ട് ഇത്രയാണ് നമ്മൾ സോക്കറ്റ് ഒരു പാറ്റേൺ, ക്ലയന്റ് സെർവർ പാറ്റേണിനകത്ത് നമ്മൾ ചെയ്യുന്ന രീതിയിൽ ആദ്യം സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ബൈൻഡ് ചെയ്യുന്നു, ലിസൺ ചെയ്യുന്നു, കണക്ഷൻ ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻസ് എന്താണ് ചെയ്യേണ്ട വർക്ക്, കറസ്പോണ്ടിങ് വർക്ക് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അതാണ് ആദ്യം അയച്ചു. ഇത് തിയറിക്കൽ പോർഷൻ ആണ്, സമയം പോലെ വായിച്ചു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2-3 ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫസ്റ്റ് ബ്ലോക്ക് ഉണ്ടല്ലോ, ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ, ഇത് രണ്ടാമത്തെ ബ്ലോക്ക് ആയിട്ടില്ലേ, അതിലെ ഫസ്റ്റ് ബ്ലോക്കിലെ കാര്യങ്ങൾ തന്നെ വളരെ കൃത്യമായിട്ട് ഒന്നും മിസ്സാവാതെ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടാനുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഒരു നിമിഷം. ഇനി ഇതിൽ തന്നെ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പല പല ഫംഗ്ഷൻസ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ആ ഫംഗ്ഷൻസിനകത്തിലെ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ സോക്കറ്റ് ഇന്റർഫേസ് എന്ന് പറയുന്നതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഈ 5 ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് പ്രോഗ്രാംസിനകത്തെ പല ആദ്യമേ തുടങ്ങുന്നതാണ്. ഞാൻ API സെറ്റ് ഓഫ് ഡിക്ലറേഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞില്ല, അതിൽ നമ്മൾ സോക്കറ്റ് ഇന്റർഫേസ് ആദ്യം തുടങ്ങുന്നത് വെച്ചാൽ ഫോർ നെറ്റ്വർക്കിംഗ് പ്രോഗ്രാംസ് കോമൺലി ഡെവലപ്ഡ് APIs ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാതെ പോയായിരുന്നു. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഒരു കേസ് ആണ് നമുക്ക് നോക്കേണ്ടത് സോക്കറ്റ് ഇന്റർഫേസ്. നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ലെവൽ ഇന്റർഫേസ്, സ്ട്രീം ഇന്റർഫേസ്, ത്രെഡ് ഇന്റർഫേസ് ആൻഡ് റിമോട്ട് പ്രൊസീജിയർ കോൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നെറ്റ്വർക്ക് പ്രോഗ്രാം ഡെവലപ്മെന്റിനകത്ത് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ കേസ് ആണ് സോക്കറ്റ് ഇന്റർഫേസസ് എന്ന് പറയുന്നത്. ഈ സോക്കറ്റ് ഇന്റർഫേസസ് ആണ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെ ഓരോ സെക്ഷൻസ് ഇപ്പം എങ്ങനെയാണ് അത് സോക്കറ്റ് ഇന്റർഫേസ് ക്രിയേഷനോട്, ഇന്റർഫേസ് മീൻസ് എന്താണ്,
ഇറ്റ്സ് എ പാത്ത് വേ ബിറ്റ്വീൻ ഡിഫറെന്റ് പീപ്പിൾ, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആൾക്കാർ തമ്മിലുള്ള ഒരു പാത്ത് വേ ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ഇന്റർഫേസ് എന്നുള്ള രീതിയിൽ. അതിനകത്ത് ആദ്യത്തെ ഡിഫറെന്റ് പ്രോഗ്രാംസ് ഫസ്റ്റ് ടൈപ്പ് പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്ന എന്തിൽ നിന്നായിരിക്കും സോക്കറ്റ് ഇന്റർഫേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോക്കറ്റ് ഇന്റർഫേസ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഫംഗ്ഷൻ കോൾസിന്റെ യൂസ് ആയിരുന്നു. ഈ ഫംഗ്ഷൻ കോളിനെ ഓർത്ത് വെക്കാൻ, എളുപ്പത്തിൽ ഓർത്ത് വെക്കാനായിട്ട്, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഓർത്ത് വെക്കാൻ, അതിന്റെ ഫേസസ് ഡിഫറെന്റ് സ്റ്റെപ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഈ ഹെഡിങ് തന്നെ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇറ്റ്സ് എലിമെന്ററി സോക്കറ്റ് സിസ്റ്റം കോൾസ് ആണെന്നുള്ളത്. സിസ്റ്റം കോൾ ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ സ്വാഭാവികമായിട്ട് അതിനകത്തോട് നമുക്ക് എന്ത് ചെയ്യാം, ആർഗ്യുമെന്റ്സ് പാസ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഫംഗ്ഷൻ ആയി മാറി തിരിഞ്ഞ് ഇങ്ങനെ ലേബിളിന് കറസ്പോണ്ടിങ് പാരന്തസിസ് ഫോളോ ചെയ്ത് വരുന്ന സ്ട്രക്ചറിലാണ് നമ്മൾ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് സോഫ്റ്റ്വെയർ ഇന്റർഫേസിനകത്ത് വരുന്ന ഫംഗ്ഷൻ കോളുകളെ കുറിച്ച് ആദ്യം നമ്മൾ സോക്കറ്റ് ക്രിയേഷൻ, സോക്കറ്റ് സിസ്റ്റം കോൾ, സോക്കറ്റ് ക്രിയേഷൻ എന്ന് പറയുന്ന സോക്കറ്റ് സിസ്റ്റം കോൾ ഉണ്ട്. ദെൻ എന്ത് ചെയ്യണം, സോക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ബൈൻഡ് മീൻസ് പ്രൊവൈഡിങ് അഡ്രസ്. ഇപ്പൊ നമ്മൾ ടെലിഫോണിനെ ബേസ് ചെയ്ത് ഓർത്ത് വെക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ഫോൺ വാങ്ങിക്കുന്നു, ഫോണ് ആ ഒറിജിനൽ ഫിസിക്കൽ ഡിവൈസ് ഉണ്ടല്ലോ, ആ ഫിസിക്കൽ ഡിവൈസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ഘടിപ്പിക്കുന്നു. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് അല്ലെങ്കിൽ ഫോൺ നമ്പർ എന്ന് പറയില്ലേ, ഫോൺ നമ്പർ നമ്മൾ അതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ അതിനുശേഷമാണ് നമ്മൾ അത് ഫോൺ നമ്പർ അറ്റാച്ച് ചെയ്ത ശേഷമാണ് നമ്മൾ കണക്ട് എന്ന് പറയുന്ന ഒരു ഫേസിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. ദെൻ കണക്ഷൻ ഇരിക്കുന്ന സമയത്ത്, കണക്ഷൻ ഇരിക്കുന്ന ഒരു സാധനത്തിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കോൾ ആരെങ്കിലും വിളിക്കാൻ പറ്റുള്ളൂ. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സാധനത്തിലേക്ക് നമുക്ക് കോൾ വരാൻ പറ്റും. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫോൺ എന്ന് നമ്മൾ വെച്ചിരിക്കുന്നത് എന്താണ്, ഫോൺ വരും അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും എന്നുള്ള രീതി. അപ്പൊ സോ ദറ്റ് ഈസ് ലിസൺ ഫേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ദെൻ അതിനുശേഷം ആ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആക്സെപ്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ഫംഗ്ഷൻ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്നു. ഇതിനകത്തെല്ലാം വാല്യൂസിന്റെ കറസ്പോണ്ടിങ് എല്ലാം വാല്യൂ ഉണ്ട് കേട്ടോ, ആ വാല്യൂസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതാണ്. ദെൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ചെയ്യാൻ, പിന്നെ അടുത്താണ് എലിമെന്ററി ഡേറ്റ ട്രാൻസ്ഫർ ആണ് അടുത്ത് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് സോക്കറ്റ് സിസ്റ്റം കോൾസിനകത്ത് സോക്കറ്റ്, ബൈൻഡിങ്, കണക്ഷൻ, ലിസൺ, ആക്സെപ്റ്റ്, ചില ഇതിനകത്ത് കണക്ട് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് ചിലപ്പോൾ കാണിക്കണമെന്നില്ല, ജസ്റ്റ് സോക്കറ്റ്, ബൈൻഡ്, ലിസൺ, ആക്സെപ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും പറയുന്നത്, ഇതിന്റെ അകത്ത് പറഞ്ഞു പോകുന്ന രീതിയിൽ. ഇനി ഡേറ്റ ട്രാൻസ്ഫറിനകത്താണ് നമ്മൾ സെൻഡ് അല്ലെങ്കിൽ റീഡ് റൈറ്റ്, സെൻഡ് റിസീവ് പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് വരുന്ന വാല്യൂസും കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ ഡിഫറെന്റ് രണ്ട് സൈഡിൽ നമ്മൾ ക്ലയന്റ് സൈഡിൽ, സെർവർ സൈഡിൽ ഈ ഒരു ഫാഷനിൽ ഇല്ല ലിസൺ എന്ന് പറയുന്നതാണ് സെർവർ സൈഡിലെ ഓപ്ഷൻസിലാണ് വരുന്നത്. കണക്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലയന്റ് സൈഡിൽ വരുന്നത്. ഈ കണക്റ്റും ലിസണും നമ്മൾ ഒരു ജസ്റ്റ് എത്തിയുള്ളൂ. എന്താണ് കണക്ട് എന്ന് പറയുന്ന ഫേസ് നമ്മൾ ക്ലയന്റ് സൈഡിൽ യൂസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെർവർ സൈഡിൽ ലിസൺ എന്ന് പറയുന്നത്. അപ്പൊ ഫേസസ് എന്ന് പറയുന്ന സോക്കറ്റ്, ബൈൻഡ്, സെർവറിനെ ബേസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ സോക്കറ്റ്, ബൈൻഡ്, ലിസൺ, ആക്സെപ്റ്റ്, ദെൻ ഡേറ്റ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്, അവസാനം കണക്ഷൻ ക്ലോസിങ്. അത് ക്ലയന്റിന്റെ സൈഡിൽ എടുക്കുവാണെങ്കിൽ സോക്കറ്റ് ക്രിയേഷൻ, ബൈൻഡിങ്, കണക്ട്, ആക്സെപ്റ്റ് ആൻഡ് ഡേറ്റ ട്രാൻസ്ഫർ. അപ്പം ഈ ഒരു രണ്ട് കേസിനകത്ത് മാത്രമുള്ള, അല്ലെങ്കിൽ കണക്ട്, ലിസൺ എന്ന് പറയുന്ന ഈ ഒരു രണ്ട് ഫംഗ്ഷൻസിനകത്തുള്ള വേരിയേഷൻസ്, അത് ഏത് സൈഡ് ആണെന്ന്, ആരാണ് എന്നുള്ളതിനനുസരിച്ച് വേരിയേഷൻ വരുന്നു എന്ന് മാത്രം. ജസ്റ്റ് എന്റെ ഇൻട്രൊഡക്ഷൻ പറയാം, ഞാൻ പറയാനുള്ള സമയം ഉണ്ടാവില്ല, ജസ്റ്റ് പറഞ്ഞ് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതില് സോക്കറ്റ് ഈസ് കൺസിഡർ, ഇത് പലയിടത്തും നിങ്ങൾക്ക് കിട്ടും ഡെഫിനിഷൻസ്, വിച്ച് യൂസ് ബൈ എ പ്രോസസ് ഫോർ ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് അനദർ സോക്കറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അനദർ പ്രോസസ്. യുണിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ, ക്രിയേറ്റ്, ക്ലോസ്, റീഡ്, റൈറ്റ്, ഇതൊക്കെയാണ് ജനറൽ ഫംഗ്ഷൻസ്. മെയിൻ പോയിന്റ്സ് എലിമെന്ററി സോക്കറ്റ് സിസ്റ്റം കോൾസിനകത്ത് രണ്ടിന്റെ ഫയൽ ഇൻപുട്ട് ഔട്ട്പുട്ട്, നെറ്റ്വർക്ക് ഇൻപുട്ട് ആയോടെ രണ്ട് കേസിനകത്തുള്ള കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്ത ഡിഫറൻസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ആദ്യം വരുന്നത് സോക്കറ്റ് സിസ്റ്റം കോൾ, സോക്കറ്റ് ക്രിയേഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ അതിന്റെ ഹിസ്റ്ററിയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇൻ ദ ഏർലി 1980s വിത്ത് ARPA project, University of California at Berkeley, at the responsibility to transport TCP/IP protocols into unique
ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് ആദ്യം നമ്മൾ പറഞ്ഞ യുനിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ യൂസേജിലാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന സാധനം ഭയങ്കര കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഡോസ് യുനിക്സ് എല്ലാം ആദ്യം തന്നെ കമാൻഡ് ഓറിയന്റഡ് ആയിട്ടുള്ള കേസസ് ആയിരുന്നു. അതിൽ നിന്നാണ് അതിന്റെ ഡിമെറിറ്റുകൾ കൊണ്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത് ഗ്രാഫിക് യൂസർ ഇന്റർഫേസ് വ്യൂസിന്റെ സ്ട്രക്ചറിലേക്ക് അത് അഡ്വാൻസ് റേഞ്ചിലേക്ക് കയറേണ്ടി വന്നു. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അതിനെ സോൾവ് ചെയ്യാനായിട്ട് ഫേസസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഇതാണ് സോക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇൻറ്റ് സോക്കറ്റ്. ഇതിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന യൂസ് ചെയ്യുന്ന ഹാഷ് ഇൻക്ലൂഡിന്റെ സി പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ള ടേം എന്തിന് ഹെഡർ ഫയൽസുകളെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈബ്രറി ഫയൽസുകളെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്ത് ഇതിനകത്തെ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റ് സോക്കറ്റ് എന്നുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ ഇൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇത് പ്രോട്ടോടൈപ്പ് ചെയ്ത് പോകുമ്പോൾ ഇൻറ്റ് ഇസ് ദ റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം ദെൻ ആർഗ്യുമെന്റ് ലിസ്റ്റ് ആണ് നമ്മുടെ സ്പെസിഫിക്കേഷനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സിക്യൂഷന് ശേഷം എന്ത് ചെയ്യപ്പെടുന്ന ഒരു വാല്യൂ റിട്ടേൺ ചെയ്ത് വരുന്നതാണ്. ആ വാല്യൂ ആണ് ഇൻറ്റ് വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കുമ്പോൾ ഇൻറ്റ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഈ സോക്കറ്റിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതിന് നമ്മൾ പറഞ്ഞാലും നമ്മൾ ഇതിനു മുമ്പ് സോക്കറ്റിന്റെ 5 tuples പാസേജിനകത്ത് വരാവുന്ന വാല്യൂസ് പാരാമീറ്റർ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കാവുന്ന കാര്യം ഫാമിലി, ടൈപ്പ്, പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇതിനകത്തെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഫാമിലി ഏതാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ടൈപ്പ് ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ഏത് തരം പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നുള്ളത്. രണ്ട് കേസസ് ആണ്. ഇത് സോക്കറ്റ് ക്രിയേഷൻ സക്സസ്ഫുൾ ആവാം അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ ആവാം. സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ഇന്റിജർ വാല്യൂ കോൾ ദ സോക്കറ്റ് ഡിസ്ക്രിപ്റ്റർ ആണ്. ഫയൽ ഡിസ്ക്രിപ്റ്റർ പോലെ നമ്മൾ ഇത് നമുക്കറിയാലോ അതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു വാല്യൂ സ്മോൾ ഇന്റിജർ വാല്യൂ കോൾ ദ സോക്കറ്റ് ഡിസ്ക്രിപ്റ്റർ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യാം. അൺസക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എറർ -1 നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഇവിടെ ചെയ്യുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻസ് സോക്കറ്റ് സിസ്റ്റം കോൾ ഈസ് യൂസ്ഡ് ബൈ എനി പ്രോസസ് ടു ക്രിയേറ്റ് എ സോക്കറ്റ് ഫോർ ഡൂയിങ് എനി നെറ്റ്വർക്ക് IOs. The socket function creates a socket. It sets value for only family, type, and protocol of socket structure. The other fields are set by other functions by or by the operating system. നമുക്ക് ഇങ്ങനെ മാത്രം പോരാ. നമ്മൾ പറഞ്ഞാൽ നമുക്ക് IP അഡ്രസ്സിന്റെ പോർട്ട് വാല്യൂ അതുപോലെ അതായത് അഡ്രസ്സുകൾ ലോക്കൽ റിമോട്ട് സിസ്റ്റത്തിന്റെ അഡ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടണം. അത് ഓരോ ഫേസസ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തു വരും. Socket is not created, it means there is an error and it returns -1. ഇത് ഈ ഒരു സ്ട്രക്ചർ പഠിക്കുമ്പോൾ തന്നെ അതിനകത്ത് കാര്യം കിട്ടും. ഇതിനകത്ത് മൈൻഡിൽ ഫെമിലിയർ ആവേണ്ട കേസ് ഈ ഫാമിലി ടൈപ്പ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് ഓർത്തു വെച്ചാൽ പിന്നെ ഈ ഒരു സ്ട്രക്ചർ ഓർത്തെടുക്കാൻ എളുപ്പമാണ്. അതിൽ യൂസ് ചെയ്യുന്ന രണ്ട് ഹെഡേഴ്സ്. എന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് കേട്ടോ. രണ്ട് header files. This systemത്തിന്റെ type-ന് header file contains the definition of number of data types used in system calls. The header file socket it includes a number of definition of structures needed for socket. Different layers നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇനി ഇതിനകത്ത് ഒരു ലാർജ് ലിസ്റ്റ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് സോക്കറ്റ് ഹെഡർ ഫയൽസുകളുടെ ഡീറ്റെയിൽസ്. An application program must include appropriate header files to make use of structures or other information a particular socket subroutine requires. നമ്മൾ ഡെവലപ്പ് ചെയ്യും. നമ്മളറിയാം നമ്മൾ പ്രോഗ്രാമിംഗ് സി പ്രോഗ്രാമിംഗ് ജനറൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് പ്രിന്റ് പിന്നെ അതിനെന്തായിരുന്നു പല പല C++ ആയിരുന്നു, C ഔട്ട് ആയിരുന്നു. printf you system.out മാത്രമല്ല വാല്യൂ വരും. എന്തായിരുന്നു അതിനകത്ത് സിക്കകത്ത് റീഡ് ചെയ്യാനായിട്ട് എടുക്കുന്ന കമാൻഡിന്റെ പേര് യൂസറിൽ നിന്ന് വാല്യൂ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന എന്തായിരുന്നു? scanf. സോറി സ്കാനഫ് ആണ്. ഞാൻ വിട്ടു പല ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് മറന്നു പോയിട്ടുണ്ട്. printf scanf എന്ന് പറഞ്ഞാൽ ആ രണ്ട് സാധനങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ലൈബ്രറി യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന പോലെ ഈ
പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ ബിൽറ്റ് ഇൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് ഹെഡർ ഫയൽസുകൾ ഓരോ പ്രോഗ്രാമിങ്ങിനകത്ത് വരുന്ന സമയത്ത് ഓരോ രീതിയിലല്ലേ വരുന്നത്. അപ്പം പൈത്തൺ ആണെന്നുണ്ടെങ്കിൽ പ്രിന്റും ഇൻപുട്ടും എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യും. അപ്പം പലതും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആയിട്ട് മറന്നുപോയി. ദെൻ ഇതിന്റെ സോക്കറ്റ് ഡിസ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫയൽ ഐ ഡി പോലെ തന്നെ യൂസ് ചെയ്യുന്ന സംഗതിയാണ് സോക്കറ്റ് ഡിസ്ക്രിപ്റ്റർ. ഇതിന്റെ ഈ ടെക്സ്റ്റിനകത്ത് വരുന്ന മെയിൻ പോയിന്റ്സുകൾ ഇങ്ങനെ ബെറ്റർ ഞാൻ നാളെ തന്നെ ഇത് നോക്കി പറയുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ വായിച്ചു നോക്കി പറയേണ്ട അവസ്ഥയായിരിക്കും. ഇതിൽ എന്തൊക്കെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ഇതിൽ ഓർത്ത് വെക്കേണ്ട എത്രയാണോ ഒരു കാര്യ കേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ബൈൻഡിങ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ള കേസസ് അതിന്റെ ഫേസസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യത്തെ സോക്കറ്റ് ഇന്റർഫേസ് എന്ന് പറയുന്നത് സോക്കറ്റ് ക്രിയേഷൻ, പിന്നെ ബൈൻഡ്, പിന്നെ സെർവർ ആണെന്നുണ്ടെങ്കിൽ ലിസൺ എന്നുള്ള ആക്സെപ്റ്റ്, കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ്. ക്ലയന്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ സോക്കറ്റ്, ബൈൻഡ്, അതുപോലെ കണക്ട്, ആക്സെപ്റ്റ്, കമ്മ്യൂണിക്കേഷൻ. ഇതിനകത്ത് നിങ്ങളുടെ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് ക്ലാസ്സിൽ പറഞ്ഞു പോയ സമയത്ത് വിട്ടുപോയ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാതെ പോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഓതന്റിക്കേഷന്റെ ഓതറൈസേഷന്റെ പോയിന്റ്സുകൾ കേട്ടോ. അപ്പൊ ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് മാർക്ക് ഞാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴാണ് നോക്കിയപ്പോൾ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പം ഓതന്റിക്കേഷൻ എന്ന് പറയുന്ന പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്ക് ചെയ്യുന്നത് ദിസ് പ്രോസസ് വെരിഫൈസ് ദ ഐഡന്റിറ്റി ഓഫ് യൂസർ ടു ഗ്രാന്റ് ആക്സസ് ടു ദ സിസ്റ്റം. Authorization ആണെങ്കിൽ corresponding it checks whether a person or a user's authority to access resources is valid. അതായത് നമ്മൾ ഓതന്റിക്കേഷൻ അലോജി ഇപ്പൊ നമ്മളെ ഫ്രണ്ട് ആണ് എൻ്റർ ചെയ്തോളൂ, വെണ്ടർ ആണ് എന്റെ ഫ്രണ്ട് ആണ്, ഞാൻ കൺഫേം ചെയ്ത് ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് ആ ആൾക്ക് യൂസ് ചെയ്യാവുന്ന റൈറ്റുകൾ ഏതൊക്കെ റിസോഴ്സസുകൾ ആക്സസ് ചെയ്യാനുള്ള വാലിഡിറ്റി അല്ലെങ്കിൽ റൈറ്റ് ഉണ്ട് എന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് ഓതറൈസേഷൻ. അതേപോലെ ഓതന്റിക്കേഷൻ ഇൻവോൾവ്സ് വെരിഫൈങ് യൂസർ ഓർ പേഴ്സൺ. In the case of authorization, the authorization process user or persons are validate ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതേപോലെ authentication അകത്ത് it determines whether the person is a user or not. Authorization case ആണ് it determines what permission the user has. അപ്പൊ authorization and authentication ഇത് ഫസ്റ്റ് ലെവലിൽ ഒന്ന് ഓർത്ത് വെക്കുക. ഡിഫറെന്റ് പോയിന്റ്സുകൾ നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ അതിനകത്ത് ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ വെരിഫൈ ചെയ്യും. യൂസർ വെരിഫിക്കേഷനെയാണ് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത്. ഓതറൈസേഷൻ മീൻസ് ലെവൽ ഓഫ് ആക്സസ് ആണ് നമ്മൾ ഓതറൈസേഷൻ ആയിട്ട് കൊടുക്കുന്നത്. റോൾ ബേസ്ഡ് ആക്സസ് നമ്മൾ പറയുന്ന രീതി റിലേഷൻ ബേസ്ഡ് ആക്സസ് അല്ലെങ്കിൽ റോൾ ബേസ്ഡ് ആക്സസ്, അട്രിബ്യൂട്ട് ബേസ്ഡ് ആക്സസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ലെവൽ ഓഫ് ആക്സസിനെയാണ് നമ്മൾ ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഓതന്റിക്കേഷൻ ചെയ്യാനായിട്ട് നമ്മൾ പൊതുവെ പാസ്വേഡ്, ബയോമെട്രിക് അല്ലെങ്കിൽ നമ്മുടെ OTP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓതന്റിക്കേഷൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് പോയിന്റ്സ് കളക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിനകത്ത് പറയാം കേട്ടോ.